ഈശോയിൽ പ്രിയപ്പെട്ടവരെ, 2026 പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് പല കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു, പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പെന്തക്കോസ്താ തിരുനാളിനോടനുബന്ധിച്ച് നമുക്ക് ധ്യാനിക്കാനുള്ള ഏതാനും സന്ദേശങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ സമാഗമ കൂടാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയമാണ് സമാഗമ കൂടാരം എന്നുള്ളത്. പിന്നീട് ഇസ്രായേൽ മരുഭൂമിയിലെ യാത്ര കഴിഞ്ഞ് കനാൻ നാട്ടിലെത്തിയപ്പോൾ അവർ ഉണ്ടാക്കിയ ദേവാലയമാണ് ജെറുസലേം ദേവാലയം. ഈ രണ്ട് സ്ഥലത്തും സമാഗമ കൂടാരത്തിലാകട്ടെ ജെറുസലേം ദേവാലയത്തിലാകട്ടെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിവിശുദ്ധ സ്ഥലം അഥവാ മോസ്റ്റ് ഹോളി പ്ലേസ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അൽമായർക്ക് അവകാശമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ പുരോഹിതന്മാരല്ല, മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ ചൈതന്യം വസിക്കുന്നത് അവിടെയാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ഒരു പ്രത്യേക ഇടത്തിലാണ്. ആ പ്രത്യേക ഇടത്തെ വാഗ്ദാന പെട്ടകം എന്നാണ് പറയുക. ആ വാഗ്ദാന പെട്ടകത്തിൻ്റെ മുകളിൽ ഒരു മൂടിയുണ്ട്. ആ പേടകത്തിന് അതിൻ്റെ പേരാണ് കൃപാസനം. ആ കൃപാസനത്തിൻ്റെ മുകളിലാണ് സത്യത്തിൽ ദൈവം വസിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ടെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും എന്നാണ് പറയുന്നത്. അവിടെ വെച്ച്, എവിടെ വെച്ച്? കൃപാസനത്തിൻ്റെ മുകളിൽ വെച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ സഹവാസം, ദൈവം വസിച്ചത് പഴയ നിയമത്തിലെ വാഗ്ദാന പെട്ടകത്തിൻ്റെ മുകളിലുള്ള കൃപാസനത്തിലാണ് ദൈവത്തിൻ്റെ ചൈതന്യം വസിച്ചിരുന്നത്. അത് കാണാനുള്ള ഭാഗ്യവും അനുഗ്രഹവും കിട്ടിയത് പഴയ നിയമത്തിലെ മഹാപുരോഹിതനാണ്. അദ്ദേഹം ആണ്ടിലൊരിക്കൽ അവിടെ പ്രവേശിക്കുകയും കുഞ്ഞാടിൻ്റെ രക്തം അവിടെ തളിക്കുവാൻ വേണ്ടി വരികയും ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ പ്രഭ, ദൈവത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. എത്ര വലിയ അനുഗ്രഹമാണല്ലേ പഴയ നിയമത്തിലെ ആ മഹാപുരോഹിതൻ്റെ ഭാഗ്യം. അഹറോനെ പോലെയുള്ള അവരുടെ പിന്തുടർച്ചക്കാരായ പുരോഹിതന്മാർക്ക് ആ ചൈതന്യത്തെ കാണാൻ സാധിച്ചിരുന്നു. കാലങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് അവർ ജെറുസലേം ദേവാലയം നിർമ്മിച്ചു. ജെറുസലേം ദേവാലയത്തിലും ഈ ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മൾ, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം സഭ രൂപപ്പെട്ടു. ആ സഭയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ ചൈതന്യം എവിടെയാണ് വസിക്കുന്നത്? ഇന്ന് നമ്മളാണ് ആലയങ്ങൾ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-16-17 വാക്യം പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. എത്ര വ്യക്തമായും എത്ര സ്പഷ്ടമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്? നമ്മളാണ് ദേവാലയം. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയുമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെയോ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് പുതിയ സൃഷ്ടികളായിട്ടുള്ള ആളുകളുടെ ഹൃദയം, ആ ഹൃദയമാണ് ദൈവത്തിൻ്റെ വാസഗേഹം. അവിടെയാണ് ദൈവത്തിൻ്റെ ചൈതന്യം കുടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജെറുസലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വസിച്ചതുപോലെ എന്നിലും നിങ്ങളിലും ദൈവത്തിൻ്റെ ചൈതന്യം വസിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാനസാന്തരപ്പെടാതെയും പാപത്തിൽ മുഴുകിയും രഹസ്യ പാപങ്ങളിൽ തുടർന്നും ജീവിച്ചാൽ എങ്ങനെ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ വസിക്കും? നാം ഒരുപക്ഷെ ദേവാലയത്തിൽ പോകുന്നവരായിരിക്കാം, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നവരായിരിക്കാം. പക്ഷേ അതുകൊണ്ടായില്ല പ്രിയപ്പെട്ടവരെ. ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഓർത്ത് അനുതപിക്കണം, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കണം, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം, യേശുവിൻ്റെ വചനം കൂടെ വായിച്ച് ധ്യാനിക്കണം. അപ്പോൾ നമ്മൾ പടിപടിയായി നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, ഗലാത്യ ലേഖനം 4-19 വാക്യത്തിൽ, യേശുക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവാൻ അപ്പോസ്തലൻ എടുക്കുന്ന ത്യാഗങ്ങൾ
പ്രസവവേദനയ്ക്ക് തുല്യമാണെന്ന് പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എളുപ്പം അങ്ങനെ ആയിത്തീരാൻ സാധിക്കില്ല. ദേവാലയമായി തീരാൻ നമ്മുടെ ഉള്ളിലെ പാപാവസ്ഥകൾ പോകണം. അത് പോകുവാൻ യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധമാണ് നമ്മെ സഹായിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ആ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സഹവാസം ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വം നമ്മളിൽ വസിക്കാൻ തുടങ്ങുന്നു. അത് നവ്യമായൊരു അനുഭവമാണ്. ഈ അനുഭവത്തിൽ തുടർമാനമായി ജീവിക്കുന്നതാണ് സത്യത്തിൽ ആത്മീയ ജീവിതം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ 3 ദിവസത്തെ ധ്യാനത്തിൽ സംബന്ധിച്ചു, പിന്നെ നമ്മൾ കുറച്ച് നാൾ അങ്ങനെയൊക്കെ ജീവിച്ചു, വീണ്ടും പഴയ സ്ഥിതിയിൽ. അപ്പോഴെങ്ങനെയാണ് ദൈവം നമ്മളിൽ കുടികൊള്ളുക? അപ്പോൾ ദൈവത്തിൻ്റെ സഹവാസം സമാഗമ കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിരമായി വസിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നവനല്ല ദൈവം. നമ്മോട് കൂടെ ഇമ്മാനുവേലായി ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് നമ്മുടെ സഹകരണമാണ്. പാപത്തിൽ നമ്മൾ തുടരാൻ പാടില്ല. നമ്മൾ മരിക്കുന്നതുവരെ പാപത്തോടുള്ള സമരത്തിലാണ് നമ്മൾ. പാപത്തിനെതിരായ സമരത്തിൽ രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്കെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഈ സമരത്തിൽ ലോകം, ജഡം, പിശാച് ഇതിനെതിരായിട്ടുള്ള സമരത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണു പോകാൻ പാടില്ല. കർത്താവായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. ഹൃദയം യേശു ക്രിസ്തുവിന് മാത്രമായി സമർപ്പണം ചെയ്യണം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിത്യമായി വസിക്കട്ടെ. അപ്പോൾ സത്യത്തിൽ കൃപാസനമായി നമ്മുടെ ഹൃദയം മാറുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ കൃപ നിറഞ്ഞ കർത്താവ് വസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അനുഗ്രഹദാതാവായ ദൈവത്തെ വഹിക്കുന്നവരായി മാറുന്നു. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടണേ? നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് പോകാൻ നമ്മളെ സഹായിക്കാൻ ദൈവം നമ്മുടെ നെഞ്ചിൽ ഇതാണ് പ്രിയപ്പെട്ടവരെ വെള്ളം ചേർക്കാതെ പറയുന്ന ആത്മീയത. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ വരുന്ന പെന്തക്കോസ്താ ദിനം ഏറ്റവും ധന്യമായി തീരും. അങ്ങനെ ആ പർട്ടിക്കുലർ ഒരു ദിവസത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കൂടുതൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്കതിനെടുക്കാം. അല്ലാതെ ഒരു ദിവസത്തെ പ്രത്യേക ദിനമായി എണ്ണണം എന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷേ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നിത്യമായി വസിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണമേ, ആ കൂടാരത്തിൽ വസിച്ചതുപോലെ എൻ്റെ ശരീരമാകുന്ന കൂടാരത്തിലും അങ്ങ് വസിക്കണമേ. എൻ്റെ ഹൃദയം ഒരു സക്രാരിയാക്കി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ.